ഹായ്. അപ്പോൾ നമുക്കിന്ന് ഷീലമ്മാസ് കിച്ചണിൽ ഒരു വിഷുക്കണി ഒരുക്കാം. അപ്പോൾ വിഷുക്കണി എന്ന് പറഞ്ഞാൽ നാളെ വിഷുവാണ്. അപ്പോൾ ഇന്ന് വെളുപ്പിനെ ഇരുന്നിട്ടാണ് നമ്മൾ കണി കാണുന്നത്. കണ്ണിലിങ്ങനെ പൊട്ടി പിടിച്ചുകൊണ്ട് വന്ന് കണി കാണും അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ കണി കാണുന്നത്? കൊച്ചിലത്തെ ആ കാര്യമൊക്കെ ഞാൻ ഓർത്തു പോയിന്ന്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഉരുളി എടുത്തു, ഓട്ടുരുളി എടുത്ത് വെച്ച് കഴിഞ്ഞു. പിന്നെ ഉരുളി എന്ന് പറയുന്നത് ഒരു ആവശ്യത്തിനും പുറത്തു പോലും എടുക്കാറില്ല. പഴയ കാലത്ത് ഉരുളിയാണ് കേട്ടോ കുടുംബത്തിൽ. അപ്പോൾ അവിടുന്ന് അതൊക്കെ എടുത്തുകൊണ്ട് വന്ന് റെഡിയാക്കി കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ആദ്യമായിട്ട് കണിക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഉണക്കലരിയാണ് ആദ്യമായിട്ട് നമ്മൾ ഇടേണ്ടത്. ഉണക്കലരി ഇട്ട് കൊടുത്തു. ചിലയിടത്തൊക്കെ പച്ച അരി എടുക്കാറുണ്ട്. ഇത് പച്ച നെല്ല് കുത്തിയ അരിയാണ്, ഉണക്കലരി എന്നാണ് ഞങ്ങൾ പറയാറ്. ആദ്യമായിട്ട് അരിയിടും. ചിലയിടത്ത് നെല്ലിടും, ചിലയിടത്ത് നെല്ലും അരിയും പച്ചരിയും ഉണക്കലരിയും കൂടെ മിക്സ് ചെയ്തിടും. അപ്പം ഞാൻ ഉണക്കലരിയാണ് എടുത്തിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ വിഷുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഐതിഹ്യം പോലും നമ്മുടെ ഈ കൊന്നപ്പൂവിനെ കുറിച്ചുള്ളതാണ്. അപ്പോൾ ആ കൊന്നപ്പൂ ഇതാ നടുക്കെടുത്ത് ഇങ്ങനെ വെച്ചു. നമ്മുടെ അപ്പുറത്ത് ഫ്രണ്ടിൽ വലിയ കൊന്നം നിറച്ച് പൂത്ത് നിൽപ്പുണ്ട്. അതിൽ നിന്ന് പറിച്ച കൊന്നപ്പൂവാണ്. അപ്പോൾ കൊന്നപ്പൂ വെച്ചു. ഇനി അടുത്തതായിട്ട് വേണ്ടത് വെള്ളരി. നല്ല ഭംഗിയാണ് ഈ സമയത്ത് വെള്ളരി കാണാൻ. കണി വെള്ളരി എന്നാണ് ഈ വെള്ളരിക്ക് പറയുന്നത് പോലും അല്ലേ? ഇനി അടുത്തത് നമുക്ക് ഒരു ചക്ക. ചക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാ ചക്കയും വെക്കാം, ഈ ചക്കയും വെക്കാം. പക്ഷെ സാധാ ചക്ക ഞാൻ വെച്ചിട്ടില്ല, പൈനാപ്പിളാണ് വെച്ചിരിക്കുന്നത്. ഇനി വേണ്ടത് മാങ്ങയാണ്, മാങ്ങ. അപ്പോൾ ഈ ഐറ്റംസ്, ഈ 4 കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കണി ആയിക്കഴിഞ്ഞു. ഇനിയുള്ളതെല്ലാം നമ്മൾ ഓരോന്നായിട്ട് ഇഷ്ടമുള്ളത് വെക്കാവുന്നേ ഉള്ളൂ. ധാരാളം സാധനങ്ങൾ വെക്കാം, വെജിറ്റബിൾസ് വെക്കാം, ഫ്രൂട്ട്സ് വെക്കാം, എല്ലാം വെക്കാവുന്നതേ ഉള്ളൂ. അടുത്തായിട്ട് നമ്മൾ വെക്കുന്നത് പഴമാണ് വെക്കേണ്ടത്. ഈ പഴം എന്തിനാ വെക്കുന്നതെന്ന് ചോദിച്ചാൽ സാധാരണ കദളിപ്പഴമാണെല്ലാം വെക്കേണ്ടത്. കൃഷ്ണന് കദളിപ്പഴമാണ് ഇഷ്ടം. പക്ഷെ നമ്മൾ ഇത് ഞാലിപ്പൂമ്പഴമാണ്, അത് പടലയായിട്ട് വേണം വെക്കാൻ. അടുത്തതായിട്ട് വേണ്ടത്, ഇനി നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ വെക്കാം. ഞാൻ ഒരു നാളികേരമാണ് വെക്കുന്നത്. നാളികേരം വേണമെങ്കിൽ മുറിച്ചിട്ട് വെക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ ഒന്നോടെയാണ് നാളികേരം വെക്കുന്നത്. ഇനി എന്ത് ആണെന്ന് വെച്ചാൽ നമുക്ക് വെക്കാവുന്നതേ ഉള്ളൂ. ഫ്രൂട്ട്സ് എല്ലാം വെക്കാം, വെജിറ്റബിൾസ് ഇഷ്ടമുള്ളത് വെക്കാം. ഇപ്പം ഞാൻ ഓരോന്നായിട്ട് വെക്കുകയാണ്. ആപ്പിൾ വെച്ചിട്ടുണ്ട്, ഓറഞ്ച് വെച്ചിട്ടുണ്ട്, മാതള നാരങ്ങ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വെജിറ്റബിൾസ് ഒരു മത്തങ്ങ, പംകിൻ ഉണ്ട്. ഇനി വെച്ചിരിക്കുന്നത് നമ്മൾ പേരയ്ക്ക, 2 പേരയ്ക്ക. ഇത് ഞാൻ നമ്മുടെ വീട്ടിൽ പറിച്ചതാണ് കേട്ടോ. ഇനി വെജിറ്റബിൾസ് എന്ന് പറയുന്നത് ക്യാരറ്റ്. എനിക്ക് ഇഷ്ടമുള്ളൊരു വെജിറ്റബിളാണ് ക്യാരറ്റ്. ഇനി നമുക്ക് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് മുന്തിരി വെക്കാവുന്നതേ ഉള്ളൂ, ഗ്രേപ്സ്. ഇനി ലാസ്റ്റ് ഞാൻ വെക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വയലറ്റ് നിറത്തിലുള്ള ക്യാബേജ്. ഞാൻ ഈ സാലഡിനൊക്കെ വാങ്ങിച്ച് എപ്പോഴും കഴിക്കാറുള്ള സാധനമാണ്. അതുകൊണ്ട് അതൊരെണ്ണം വെക്കുന്നുണ്ട്. കളർഫുൾ ആയിട്ടുള്ള ഇത് കാണാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. അതും കൂടെ കൊണ്ടാണ് ഇത് വെക്കുന്നത്. അപ്പോൾ ഏത് വേണമെങ്കിലും വെക്കാമല്ലോ. അപ്പോൾ ഇപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഇത്രയാണ് എൻ്റെ കണി എന്ന് പറയുന്നത്. ഞാൻ ഇങ്ങനെയാണ് വെക്കാറ്. ഇനി ഇതിനകത്ത് കോയിൻസ് വെക്കും. കോയിൻസും ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കണി ഏകദേശം കഴിഞ്ഞു. പിന്നെ അപ്പുറത്തൊരു ഇതിലെടുത്ത് നമുക്ക് കൊണ്ട് വയ്ക്കാവുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു അലക്കിയൊരു മുണ്ട്, അല്ലെങ്കിൽ ഒരു പുതിയ കോടിമുണ്ട്, അല്ലെങ്കിൽ അതിനകത്ത് ഒരു കണ്ണാടി. പിന്നെ വേണമെങ്കിൽ ദേശപുഷ്പത്തിൻ്റെ അങ്ങനെയൊക്കെ വെക്കാമെന്ന് തോന്നുന്നു. ഞാൻ അതൊന്നും വെക്കാറില്ല, ഈ പറഞ്ഞതൊന്നും വെക്കാറില്ല. എൻ്റെ കണി എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് വെളുപ്പിനെ ഇങ്ങനെ കണ്ണ് കൊത്തി വന്ന് പണ്ട് മുതലേ കാണുന്നത്. അന്നൊന്നും ഇത്രയൊന്നും വെക്കില്ലായിരുന്നു.
ഈ വെള്ളരി, ചക്ക, മാങ്ങ, നാളികേരം, ഈ കൊന്നപ്പൂ, ഇത്രയാണ് പണ്ട് വയ്ക്കാറ്. പക്ഷെ ഇപ്പം അത് പുരോഗമിച്ചും ഒരുപാട് ചൂഴ്ന്നിറങ്ങി പഠിച്ച് ഓരോരുത്തരിങ്ങനെ വായിച്ചും പുരാണങ്ങളിൽ തെരഞ്ഞും ഒക്കെ കണ്ടുപിടിച്ച് ഇപ്പം ധാരാളം കാര്യങ്ങൾ ഇതിനകത്ത് വെക്കാറുണ്ട്. അപ്പം ഞാനും ഇത്രയൊക്കെ വെച്ചു ആണ് കണി കാണാറുള്ളത്. പിന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അറിയാമല്ലോ, നമ്മുടെ വിളക്കാണ്. ആ വിളക്കിൽ 3 തിരിയാണ് ഞാൻ സാധാരണ ഇടുന്നത്. അതുകൊണ്ട് 3 തിരിയിട്ട് നമുക്ക് അത് കത്തിക്കാം. ഇനി വേണ്ടത് നമ്മുടെ കൃഷ്ണൻ്റെ ഫോട്ടോ അല്ലേ, അല്ലെങ്കിൽ ഒരു പ്രതിമ. എൻ്റെ അടുക്കൽ അങ്ങനെ ഒരു പ്രതിമ ഇങ്ങനെ പൂജാമുറിയിൽ ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ അതെടുത്ത് വെച്ചു. ഓടക്കുഴൽ ഊതിക്കൊണ്ട് നിൽക്കുന്ന കൊച്ചു ഉണ്ണികൃഷ്ണനെയും കൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കണി, എൻ്റെ കണി എന്ന് പറയുന്നത് ഇത്രയുമാണ്. അപ്പം എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകൾ. എല്ലാവരും വീഡിയോ കാണുക. ഇതാണ് നമ്മുടെ വാതിക്കലറയം, അതായത് വിളക്ക് കത്തിക്കുകയൊക്കെ ചെയ്യുന്ന അറ. പണ്ടത്തെ വീടായിരുന്നു, അതിൻ്റെ അറയുള്ളത് കൊണ്ട് ഇതാണ് നമ്മുടെ അറ. അതിൻ്റെ ഫ്രണ്ടിലാണ് ഇങ്ങനെ നമ്മൾ കണിയൊക്കെ ഒരുക്കുന്നത്. അപ്പോൾ അറയ്ക്കകത്ത് പറയിൽ നെല്ല് നിറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വിളക്ക് കത്തിക്കുന്ന എല്ലാ സാമഗ്രികളും അവിടെയുണ്ട്. അങ്ങനെ ഇതാണ് ഞങ്ങളുടെ വാതിക്കലറയം. അപ്പം നാളെ വിഷുവിന് എൻ്റെ വിഷു ആശംസകൾ എല്ലാവർക്കും. എൻ്റെ വിഷു ആശംസകൾ. വീഡിയോ എല്ലാവരും കാണുക. അപ്പോൾ നാളെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വിഷു ആശംസകൾ നേരുന്നു. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. എന്താണെന്ന് വെച്ചാൽ എവിടെ നിന്നെങ്കിലുമൊക്കെ കൈനീട്ടം കിട്ടും അല്ലേ. അപ്പോൾ എല്ലാവരും ആഘോഷിക്കുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബായ്.